കഅബ എന്ന് പറഞ്ഞു. കഅബയാണ് സത്യമെന്നല്ല, കഅബയുടെ റബ്ബാണ് സത്യം. ഉമ്മയാണ് സത്യം, വാപ്പയാണ് സത്യം പറയാൻ പാടില്ല. പള്ളിയാണ് സത്യം പറയാൻ പാടില്ല. മലക്കാണ് സത്യം പറയാൻ പാടില്ല. നബിയാണ് സത്യം പറയാൻ പാടില്ല. മമ്പളം തങ്ങളാണ് സത്യം പറയാൻ പാടില്ല. മമ്പളം തങ്ങൾ റബ്ബാണ് സത്യമെന്ന് പറയാം. കഅബയുടെ നാഥനാണ് സത്യമെന്ന് പറയാം. ഉമ്മയുടെ റബ്ബാണ് സത്യമെന്ന് പറയാം. അല്ലാതെ സൃഷ്ടിയെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് മമ്പളം തങ്ങളാണ് സത്യമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണ്, അതിന് മമ്പളം തങ്ങൾ സാക്ഷിയാണ്. ഇത് ശരിയല്ലെങ്കിൽ ആ മമ്പളം തങ്ങളിൽ നിന്നുള്ള ഒരു കുരുത്തക്കേട് എനിക്ക് വരട്ടെ, ബാധിക്കട്ടെ. അതതിന് പിന്നിലുള്ളത്, അതിന് പിന്നിലെ വിശ്വാസം അതാ. അതുകൊണ്ടാ പഠിച്ചോനെ സത്യം എന്ന് പറയുമ്പോൾ ഇല്ലാത്ത വേജാറ് ചില മാപ്പിളമാർക്ക് മമ്പളം തങ്ങൾ സത്യം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. കോടതി പോലും പലപ്പോഴും അങ്ങോട്ട് വെക്കുക. കോടതി പോലും സത്യം ചെയ്യാൻ പറയുമ്പോൾ ദൈവമാണ് സത്യം, അല്ലാഹുവാണ് സത്യം കൂടായി പറയാം. അപ്പൊ കോടതിക്ക് മനസ്സിലായി അത് വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ കോടതി പറയും ഒരു കാര്യം ചെയ്യാം, ഈ കേസ് സത്യം ചെയ്യാൻ വേണ്ടി മമ്പളത്തേക്ക് വെച്ചിരിക്കുന്നു, പാണക്കാട്ടേക്ക് വെച്ചിരിക്കുന്നു, കൊടിഞ്ഞിപ്പള്ളിക്ക് വെച്ചിരിക്കുന്നു. കൊടിഞ്ഞിപ്പള്ളിയാണ് സത്യത്തിന്റെ കേന്ദ്രം നമ്മുടെ നാട്ടില്. അപ്പൊ ഈ സാധു ബേജാറായി. കാരണം ഇതുവരെ പഠിച്ചോനെ സത്യം എന്ന് പറഞ്ഞ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കൊടിഞ്ഞിപ്പള്ളി പോയി സത്യം ചെയ്താല് അത് കളി തീക്കൊള്ളി കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുറെ തീക്കൊള്ളികളുണ്ടായി. ഇപ്പൊ അതൊക്കെ കെട്ടുപോയി. കഴിഞ്ഞ തലമുറയിൽ എത്ര തീക്കൊള്ളിയാണെന്നറിയോ? കളിക്കാൻ പാടില്ല, തീക്കൊള്ളിയാണെന്നറിയാം. അത് മുജാഹിദീകൾ വള്ളം പാർന്നപ്പോ കെട്ടുപോയി. ഒരുപാട് തീക്കൊള്ളി, കുറെ മൂലയന്മാർ തങ്ങന്മാർക്ക് തീക്കൊള്ളിയ. അതുകൊണ്ട് തല ചൊറിയാൻ പോകണ്ടെന്നാ പറയാം. അപ്പൊ ഇങ്ങനെ അവിടെ പോയി സത്യം ചെയ്യാൻ പറയാൻ ഇറക്കുക. കാരണം അത് തീക്കൊള്ളിയാണ്. പഠിച്ചോനോ അതൊന്നുമല്ല, അത് തീക്കൊള്ളിയല്ല, ഒന്നുമില്ല. ഇവിടെ പോയിട്ട് കൊടിഞ്ഞിപ്പള്ളി പോയി സത്യം ചെയ്യുമ്പോൾ ഇത് സത്യമല്ലെങ്കിൽ ആ നിമിഷം ചെയ്യും ഓൻ ചിലപ്പോൾ തളർന്നു വീഴും. അതുകൊണ്ട് ബേജാറാ. ഞാനവിടെ പോയി സത്യം ചെയ്താൽ കൊടിഞ്ഞിപ്പള്ളിക്ക് അവിടെയുള്ള മഹാനാരാണോ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ സത്യമുള്ളത് ആ മഹാൻ കയറി വന്നിട്ട് എന്നെ അടിക്കുന്നല്ല പേടി. കള്ള സത്യമാണെങ്കിൽ ആ നിമിഷം ഒരു കുരുത്തക്കേട് വരും, കണ്ണ് പൊട്ടും, തളർന്നു വീഴും. ഇതൊരു ബേജാറാ. ഇത് അഭൗതികമായ മാർഗത്തിലാണ്, അദൃശ്യ മാർഗത്തിലാ, മറഞ്ഞ വഴിയിലാ. ഈ വിശ്വാസമാണ് ശിർക്ക്. അതുകൊണ്ട് കൊടിഞ്ഞിപ്പള്ളി പോയി സത്യം ചെയ്യുമ്പോൾ ശിർക്കായി വരുന്നു, പാണക്കാട് പോയി സത്യം ചെയ്യുമ്പോൾ ശിർക്കായി വരുന്നു, മമ്പറത്ത് പോയി സത്യം ചെയ്യുമ്പോൾ ശിർക്കായി തീരുന്നു. എല്ലായിടത്തുമുണ്ട് ഈ ഭൗതികം. ഒരു ജിന്നിന് മാത്രമല്ല, ജിന്നിനും മലക്കിനും മാത്രമല്ല ഈ സാധനം ഉള്ളത്. ഇബാദത്ത് വേർതിരിക്കാൻ ഏറ്റവും ഫിറ്റായ ഇത്രയും നല്ലൊരു പദം ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം. അതാണ് ക്ലിയർ ആയ പിന്നെ എല്ലാം പഠിഞ്ഞു, ഒരു പേടിയില്ല, എല്ലാം പഠിഞ്ഞു. അതുകൊണ്ടാ സിദ്ധനത്ത് പോലെ ശിർക്കായി മാറി. എന്താ? സിദ്ധനിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു, തങ്ങളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നു. അവിടെ ചെല്ലുമ്പോ ഒരു പക്ഷെ ചെന്ന് കയറുമ്പോഴേ തങ്ങൾ പറയും ഇന്ന പ്രശ്നമുണ്ടില്ലേ, ഇന്ന സ്ഥലത്തിനാ വരുന്നതല്ലേ എന്ന് പറയും. ഇന്നതാണ് പ്രശ്നമല്ലേ. നമ്മൾ മനസ്സിലാക്കാം അല്ലാ അയാള് ഭയങ്കര ആളാട്ടോ, ഞാനവിടെ ചെന്നപ്പോഴേക്ക് എന്റെ പ്രശ്നം ഇങ്ങോട്ട് പറഞ്ഞു. രണ്ട് കോലത്തിലാവാം. ഒന്നുകിൽ അയാൾ ഏൽപ്പിച്ച ഏജന്റുമാരുണ്ടാവും ചുറ്റുപാടത്തൊക്കെ ആയിട്ട്, നമ്മളെ വഴി നോക്കാൻ പരിചയപ്പെട്ടിട്ടുണ്ടാവും, എല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ടാവും. ആ വിവരം ഓൻ അവിടെ കൊണ്ട് കൈമാറിയിട്ടുണ്ടാവും. ഇന്നെ കുപ്പായിട്ടൊരാൾ വരും, അയാൾ ആവശ്യമുള്ളതാണ്. മറ്റേ തുണിയെടുത്തൊരാൾ വരും, അയാൾ ആവശ്യമുള്ളതാണ്. ഇങ്ങനെ ഓരോ അടയാളം പറഞ്ഞ സംഗതി പറഞ്ഞെടുക്കും. ഇവൻ കയറി വരുമ്പോൾ തങ്ങളാണ് ചോദിക്കും, മൈമുട്ടിയല്ലേ? അതെ. ഇന്ന സ്ഥലത്ത് നിന്നല്ലേ? പ്രശ്നമല്ലേ? അതോടെ ഓൻ ബേജാറായി. അത് ഒന്ന്. അത് ശൈത്താനെ പറ്റിക്കണ തങ്ങന്മാരാ, ശൈത്താനെയും പറ്റിക്കണോ. ഇനി അതിന് അല്ലാതുണ്ട്. കയറി ചെല്ലുമ്പോൾ പറയും, ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയിട്ടുണ്ട്, ഒരാളെ കാണാനില്ലാതായിട്ട് തങ്ങളെടുത്ത് പോയി. തങ്ങൾ പറഞ്ഞു കോയമ്പത്തൂരിൽ ഇന്ന ലോഡ്ജിൽ ഇത്ര നമ്പർ റൂമിൽ ആ ആളുണ്ട്. ഉസ്മാൻ സാഹിബ് മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൽ 71-ാമത്തെ പേജിൽ എഴുതി വെച്ചതാ. ഇവര് നേരെ വണ്ടിയെടുത്ത് കോയമ്പത്തൂർക്ക് പോയി. ആ ലോഡ്ജിലെത്തി. അവിടെ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞ ആള് ഉണ്ടായിരുന്നു. 10 മിനിറ്റ് മുമ്പ് പോയി. ഈ ആള് റൂം എടുത്തിരുന്നു. 10 മിനിറ്റ് മുമ്പ് ആള് റൂം ഒഴിവായി പോയി. ഉസ്മാൻ ഡോക്ടർ എഴുതി, എന്റെ മകല്ല. എന്നിട്ട് ഉസ്മാൻ ഡോക്ടർ പറയാ, ഇയാൾ അവിടെ ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു? അതൊരു പക്ഷെ ശൈത്താനെ കളിയായിരിക്കാം. ശൈത്താൻ വിവരം കൊടുക്കും.
അതെല്ലാവർക്കും എപ്പോഴും കൊടുത്തോളുന്നില്ല. ഏതെങ്കിലും കാലത്ത് ആഴ്ചവെടുത്തിന് കൊടുത്താൽ മതി. അതോടുകൂടി നൂറ്റാണ്ടുകൾ ശിർക്ക് നിലനിർത്താൻ പറ്റുമെന്ന് ബോധ്യമാകുന്നിടത്ത് ശൈത്താൻ ഇടപെടും. ഒറ്റ സഹായം കൊടുത്താൽ, ഒരു തങ്ങളടുത്ത ദിവസം 500 ആൾ വരുമ്പോൾ ഒരാളോട് തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അത് പിന്നെ ആകാണ്ട് പ്രചരിക്കും. നമ്മുടെ നാട്ടിൽ ലോട്ടറി കച്ചവടം കൊല്ലങ്ങളായി പോലെ ലോട്ടറി വിൽക്കുക. ഒരു ദിവസം എങ്ങാനും ഒരു 50,000 പേഴ്സൺ അടിച്ചാൽ അന്ന് കാണാൻ വലിയ ബോർഡ്, ഇവിടെ വിറ്റ ടിക്കറ്റിന് 50,000 കിട്ടിയിരിക്കുന്നു, അത് വെച്ചിട്ട് ഓമിൽ 6 മാസം കച്ചവടം ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർ വരുന്നു, ഒരാടെ പ്രശ്നം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതോടുകൂടി അത് ഭയങ്കര പ്രചാരമായി, ജനമൊഴുകി, അത് കറാമത്തായി, അത് പേപ്പർ മുഴുവൻ വന്നു. അതോടുകൂടി ആള് ദറജ കൂടി. പിന്നെ അയാൾ മരിച്ചാൽ പോലും അയാളെ ഖബറ് ആരാധനാ കേന്ദ്രമായി മാറും. നൂറ്റാണ്ടുകൾ ആ കേന്ദ്രം അവിടെ പൂജിക്കപ്പെട്ടുകൊണ്ട് നിൽക്കും. ഈ ശിർക്ക് സമുദായത്തിൽ സ്ഥിരപ്പെടുത്താൻ തൽക്കാലം ഈ സഹായം ചെയ്താൽ പറ്റും. വേങ്ങര കോയപ്പാപ്പ ഒരു മാനസിക രോഗിയാണ്. ചിലപ്പോൾ തുണി പകുതി കൊടുക്കും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അതായിരുന്നു കോയപ്പാപ്പ. റമദാൻ മാസം നോമ്പ് നോക്കിയതില്ല. കുഞ്ഞീത് മതിലുണ്ടാക്കിയ കോയപ്പാപ്പ മാലപ്രകാരം മുതലായ റമദാനിൽ 30 നാളിലും നട്ടുച്ച നേരത്ത് കഞ്ചാവടിച്ചോവാർന്ന, അതാണ് വേങ്ങര കോയാക്ക. പണ്ട് കഴിഞ്ഞ മുപ്പേക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ആക്ഷേപിക്കില്ല. മതനിയമങ്ങൾ ബാധകമല്ല. ഒരു കാലത്തും പള്ളി കയറിയിട്ടില്ല, നിന്നേ മൂത്രമൊഴിച്ചിട്ടുള്ളൂ. അതാണ് ജീവിതകാലത്തും മരണത്തിന് ശേഷവും പള്ളിയിൽ കയറുവാൻ വിധിയില്ല എന്നോവർ. മരിച്ചിട്ടും കയറിയിട്ടില്ല, അതിന് മുമ്പും കയറിയിട്ടില്ല. മൈതസ്കാരം പുറത്തുവച്ചിട്ടായിരുന്നു. 75 ആണ്ടോളം ചുറ്റി നടന്നിട്ട് ഇരുകാലിൽ നിന്നിട്ട് മൂത്രമൊഴിച്ചോവാർന്ന. അപ്പൊ ആ ദർജയ്ക്കെത്തി കോയപ്പാപ്പ പിന്നെ എങ്ങനെ മൂപ്പര ഔലിയായത്? കോയപ്പാപ്പ മാനസിക രോഗിയായി നടക്കുക. ആരെ കണ്ടാലും പൈസ വയ്ക്കും, ഏതാളെ കണ്ടാലും കോയ കായുണ്ടോയിക്കും. മൂപ്പര എല്ലാരും കോയാന്ന് വിളിക്കുക. അങ്ങനെ മൂപ്പരങ്ങനെ കോയ 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 നിൽക്കുമ്പോ പിന്നെ മൂപ്പരെ കണ്ട മനുഷ്യന്മാര് പറയും, ആ കോയാക്കാരുണ്ട് പറയും. മൂപ്പര എല്ലാവരും കോയ നൽകും. ഇയാളെ പേര് കുഞ്ഞു മുഹമ്മദാണ്. നാട്ടുകാര് പിരാന്തൻ കുഞ്ഞാമാക്കാന്ന് പറയും. അയാളെ പേര് കുഞ്ഞു മുഹമ്മദാണ്. പക്ഷെ കാണുന്നവരൊക്കെ കോയാന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ പറയാൻ തുടങ്ങി കോയാക്കാരുണ്ട് എന്ന്. അങ്ങനെ മൂപ്പര് കോയാക്കായി മാറി. പിന്നെ കോയ പാപ്പയായി മാറി. ആരെ കണ്ടാലും പൈസ വയ്ക്കും, കൊടുത്താൽ അത് വാങ്ങും. മൂപ്പരെ കീശ അറിയുമ്പോ മൂപ്പരെ ഒപ്പുള്ള ചോദിക്കും, കോയ എനിക്ക് പൈസ ചോദിക്കും. അപ്പൊ ഒന്നാലും എടുത്തു കൊടുക്കും ചെയ്യും. മൂപ്പർക്ക് അത്രേ ഉള്ളൂ, മൂപ്പർക്ക് പൈസ ആവശ്യമായിട്ടില്ല. അയാളിങ്ങനെ ചോദിക്കുന്നു, അത് കീശ അറിയാൻ കാത്തിക്ക ഒപ്പുള്ള ശിങ്കിടിയാണ്. ഇതിങ്ങനെ അറിയുമ്പോ കോയ എനിക്ക് കാര്യം ചോദിച്ചാല് ഒന്നാലും എടുത്തു കൊടുക്കും, ഇതാ കൊണ്ടേക്ക് പറയും. ഇതായിരുന്നു കോയാക്ക. പക്ഷെ വേങ്ങരയില് ഒരു മതവിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യൻ, കുഞ്ഞീന് മദനി പറഞ്ഞേക്കാ, അദ്ദേഹത്തെ പിരിവിനൊക്കെ ചെന്നാല് 100 റുപ്യ തരും. എന്നിട്ട് പറയും, പരലോകത്തിന്റെ കൂലി ഇങ്ങളെന്നെ വാങ്ങിക്കോളി, ഞാൻ അവിടേക്ക് വരൂലെന്നറിയാം. അങ്ങനത്തെ ഒരാളാണ് അയാളിങ്ങനെ. അന്ന് സ്വർണ്ണ ബിസ്ക്കറ്റിന് കച്ചവടം. കോയാക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ കോയാക്ക് വെച്ച, അല്ലടാ അന്റെ വീട്ടിലിപ്പോ ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ടടാന്നറിയാം. എത്ര ഉണ്ടടാ ചോദിച്ചു. 3 ഉണ്ടാ. ഇല്ലടാ 2 ഉള്ളൂ പറഞ്ഞു. കോയാക്ക പറ, ഇല്ല 2 ഉള്ളൂ. അല്ലടാ 3 ഉണ്ട്. ഇല്ലടാ 2 ഉള്ളൂ പറഞ്ഞു. ചെന്ന് നോക്കുമ്പോ 2 ഉള്ളൂടാ. അതിൽ ഇയാളുടെ ബേജാറായി. ഇതോടുകൂടി ആള് ബേജാറായി. മൂപ്പര് പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, മൂപ്പർക്ക് ചില കഴിവുണ്ട്. അതോടുകൂടി ആള് പറഞ്ഞു, ഇയാള് കോയാക്കാനെ മുരീതായി. മൂപ്പര പിന്നാലെ കൂടി മൂപ്പർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തു. അവസാനം മരിച്ചിട്ട് ഇയാളെ സ്വന്തം പറമ്പിൽ കോയാക്കാനെ മറവ് ചെയ്തു. ഖബർ ജാറമായി മാറി. കൊല്ലങ്ങൾ, പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ഇപ്പോഴും ശിർക്കിന്റെ കേന്ദ്രമായി അത് മാറി. ഒരു പക്ഷേ നമ്മൾ ഉറപ്പിക്കല്ല, ശൈത്താൻ കൊടുത്ത സന്ദേശമായിരിക്കാം. ആ ഒറ്റ വിവരം കൊടുത്തപ്പോൾ എന്തായി? പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ശിർക്കിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു. വലിയ നേർച്ചകളാ പാർക്കുന്നത്. എന്തെല്ലാം കോയപ്പാപ്പ ജാറം ട്രസ്റ്റ് എന്ന പേര് ട്രസ്റ്റ് ഉണ്ടാക്കി, കലണ്ടർ വരെ അടിച്ച് പൈസ ഉണ്ടാക്കിയെടുപ്പോ. അപ്പൊ യഥാർത്ഥത്തില് പൈശാചികമായ സഹായങ്ങൾ ചില ഘട്ടങ്ങളിൽ കിട്ടിയേക്കാം. എന്തിനാ കിട്ടുന്നത്? ഓനെ സഹായിക്കാനുള്ള ബുദ്ധിക്കല്ല. ആ ഒരു സഹായത്തോടു കൂടി, ആ ഒരു സഹായം ചെയ്യുന്നതോടുകൂടി എന്നേക്കുമായി നാട്ടിൽ ശിർക്ക് സ്ഥാപിച്ചെടുക്കാൻ പിശാചിന് കഴിയും.
ശൈത്താന്റെ ആവശ്യം എന്താ? ഇവിടെ ശിർക്കുണ്ടാവണം, ഒരാളെങ്കിലും നരകത്തിലേക്ക് അധികം ഉണ്ടാകണം, തന്റെ കൂടെ പരമാവധി ആളെ നരകത്തിൽ കൊണ്ടുപോകണം. അതിന് ഈ സമുദായത്തിൽ ശിർക്ക് നിലനിൽക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത്. അത് എന്റെ ദുർവ്യാഖ്യാനമല്ല, ഒന്നും പറയാതെ പിന്നെ പാതാ പറയണത്. കോഴിത്തരം സമ്പാദം കഴിഞ്ഞ് എന്താ പറയേണ്ടൊരു പിടുത്തൂല്ല. വിചാരിച്ചൊന്നും പറയാൻ കഴിഞ്ഞില്ല, വിചാരിക്കാത്ത പലതും പറയുകയും ചെയ്തു. കൂടെ രണ്ടാളെ കൊണ്ടുവന്നെങ്കിലും കാര്യം ഉണ്ടായില്ല. ഹംസബാക്കവി പിന്നെ പറഞ്ഞത്രേ, ഞാൻ ഓനോട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് പഠിച്ചു പോയാൽ മതി, ഓനെ കേട്ടില്ല. ഞാൻ കുറച്ച് വിവാദത്ത് എഴുതി കൊടുത്തു, അത് വോട്ട് വായിച്ചതുമില്ല. അതുകൊണ്ടാണ് പിന്നെ കോഴിച്ചത് അങ്ങനെ ആയത് എന്നാ പറഞ്ഞത്. ആവട്ടെ, എന്തോ ആയിരുന്നാലും ശരി. അപ്പൊ ഈ റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, റബ്ബേ ഞങ്ങൾ തമ്മിൽ ഉപകാരമെടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലായിരിക്കാം. അങ്ങനെ പൈശാചികമായ ബോധനങ്ങൾ സമുദായത്തിൽ ലഭിക്കുന്നവരാണ് തങ്ങന്മാർ, ബീവിമാർ, ഹോജമാർ, ശൈഖന്മാർ, സിദ്ധന്മാർ, കണക്കന്മാർ, പണിക്കന്മാർ, ജ്യോത്സ്യന്മാർ. ഇതൊക്കെ ശൈത്താന്റെ ഏജന്റുമാരാണ്. പേരിന്റെ കൂടെ വലിയുല്ലാഹി ഉണ്ടാവും, അതുകൊണ്ട് ശൈത്താൻ അല്ലാതാവൂല. വേണ്ടപ്പെട്ട സ്ഥലത്തായിരിക്കാം, അതുകൊണ്ട് ശൈത്താനിയത്തില്ലാതെക്കൂല. ഈ രൂപത്തിൽ സിദ്ധവേഷം കെട്ടി ആര് വരുന്നുവോ അയാൾ ഏത് കുടുംബത്തിൽപ്പെട്ട ഒരാളെങ്കിലും ശരി, സയ്യിദോ ശിഹാബോ എന്തോ ആവട്ടെ, ഏതായാലും ശരി, ആ കിട്ടുന്ന ബോധനങ്ങൾ ശൈത്താനിൽ നിന്നാണ്, സംശയമില്ല. ആ ബോധനം എന്തിനാ? നാട്ടിൽ ശിർക്ക് സ്ഥാപിച്ചെടുക്കാൻ. അയാളെ വെച്ചിട്ട് ഇവിടെ ശിർക്ക് നടപ്പാക്കണം. സമുദായത്തിൽ ശിർക്ക് കുറ്റേറ്റ് പോകാൻ പാടില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഏതൊരു ഗ്രാമത്തിലും ഒരു സിദ്ധൻ ഇല്ലാതിരിക്കില്ല. ഏതു ഗ്രാമത്തിലും ഒരു സിദ്ധൻ ഉണ്ടാവുന്നു. കാരണം എന്താ? അയാളെ വെച്ചിട്ട് വേണം നാട്ടിനെ പിടിക്കാൻ. തലമുറകളോളം ആ ശിർക്ക് സ്ഥാപിച്ചെടുക്കാൻ അവിടെ ഒറ്റ സിദ്ധൻ ഉണ്ടായാൽ മതി. അയാൾ മരിച്ചാലും അയാളെ ഖബറും ശിർക്കിന്റെ കേന്ദ്രമായി മാറും. അല്ലാഹുവിന്റെ റസൂല് ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റപ്പെടുന്നതിനെ പറ്റി എത്ര ശക്തമായ ഭാഷയിൽ, എത്ര രൂക്ഷമായ ഭാഷയിലാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയെല്ലാം അതേക്കുറിച്ച് ഗൗരവമായി ഉണർത്തിയത്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും അവസാന സമയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കെന്താ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിൽ എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിടവാകുന്നത്. എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട്. അവസാന ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന് ബോധം നഷ്ടമായി. ഒരു പുതപ്പ് നബി തങ്ങൾ മുഖത്തിട്ടിട്ടുണ്ട്. നബി തങ്ങൾക്ക് ഇടയ്ക്ക് ബോധം വരും, അപ്പോൾ ആ പുതപ്പങ്ങ് നീക്കും. അടുത്തൊരു പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ കൈമുക്കി മുഖം തടവിക്കൊണ്ടിരിക്കുന്നു. പിന്നെയും ബോധം നഷ്ടമാകും, ഈ പുതപ്പ് മുഖത്തേക്കിടും, പിന്നെയും ബോധം തെളിയും, പുതപ്പങ്ങ് നീക്കും. ഇങ്ങനെ നബിതങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇസ്ലാമിൽ ജാറമില്ല, ഇസ്ലാമിൽ കെട്ടിയുയർത്തിയ ഖബറില്ല. മുസ്ലിമീങ്ങൾക്ക് അത് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് ഒന്നാമത്തെ ജാറം ഹിജ്റ 450 ഇറാഖിലുണ്ടായ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ ഷിയാക്കൾ ഉണ്ടാക്കിയെടുത്ത ജാറമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ വന്ന ഒന്നാമത്തെ ജാറം. ഹിജ്റ 450 ഇറാഖിൽ ഷിയാക്കൾ ഉണ്ടാക്കിയ ഹുസൈൻ ഇബ്നു അലിയുടെ പേരിലുള്ള ജാറം, അതാണ് ഒന്നാമത്തെ ജാറം. അതിനു മുമ്പ് അങ്ങനെ ജാറം ഉണ്ടായിട്ടില്ല. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മീതെ ജാറമുണ്ടല്ലോ, കുബ്ബയുണ്ടല്ലോ. ചില മുസ്ലിയാക്കന്മാര് പറയും ഷാഫി ഇമാം മരിച്ചത് 204-ലാണല്ലോ. 204 മരിച്ചെങ്കിലും ജാറമുണ്ടായത് 650-ലാണ്. 204 മരിച്ചെങ്കിലും ജാറമല്ല, കുബ്ബയുണ്ടായത് 650-ലാണ്. അല്ലാതെ ഷാഫി ഇമാം മരിച്ച കാലത്ത് അവിടെ കുബ്ബ ഉണ്ടാക്കിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ കുബ്ബയുണ്ടല്ലോ, ഉണ്ടാക്കിയത് 670-ലാണ്. ഹിജ്റ വർഷം 670. അതിനു മുമ്പ് അവിടെ കുബ്ബയില്ല. അപ്പൊ ഹിജ്റ 400-ക്ക് ശേഷമാണ് മുസ്ലിം ലോകത്ത് ജാറം എന്ന സംവിധാനം ഉണ്ടായത്. അതാവട്ടെ ഷിയാക്കളുടെ വകയാണ്.
നമ്മുടെ നാട്ടിലും കുണ്ടോട്ടി തങ്ങന്മാരാണ് ജാറുമായി വന്നവര്. അന്ന് പൊന്നാനിക്കാര് ജാറത്തിനെതിരാ, കുണ്ടോട്ടിക്കാർ ജാറുണ്ടാക്കി, പൊന്നാനിക്കാർ ജാറത്തിനെതിരെ. പിന്നെ പൊന്നാനിയും കുണ്ടോട്ടിയും കൂടെ മുഷക്കലായിട്ട് രണ്ടു കൂട്ടർക്കും ജാറാൻ പറ്റുന്ന സാഹചര്യം പിന്നെ ഉണ്ടായി. അങ്ങനെയാണ് ജാറങ്ങളെല്ലാം ഉണ്ടായി വന്നത്. ഏതായിരുന്നാലും അതെല്ലാം തൗഹീദ് വിരുദ്ധമായ കേന്ദ്രങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ തേട്ടങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രം. കാരണം അവന്റെ എല്ലാം അറിയാൻ, എല്ലാം കേൾക്കാൻ, ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ സാധിക്കുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രം. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. യഅലമു ഖായിനത്തൽ അഅ്യുനി, കണ്ണിന്റെ വഞ്ചന അവൻ അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതും അല്ലാഹു തആല അറിയുന്നു. കണ്ണിന്റെ വഞ്ചനകൾ അതുപോലും അറിയുന്നവൻ അല്ലാഹ്. കൽബകത്തുള്ളത് അറിയുന്നവൻ അല്ലാഹ്. ശൈഖന്മാർക്കറിയില്ല, പക്ഷെ സമൂഹം തെറ്റിദ്ധരിച്ചു ശൈഖന്മാർക്കറിയുമെന്ന്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബാകമെന്നോവർ എന്നവരെയും, അതുപോലെ കണ്ണിൽ കാണാത്തതും കൽബാകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. ഈ വക വരികൾ പാടിപ്പടിച്ചപ്പോൾ മനുഷ്യന്മാർ മനസ്സിലാക്കി മുഹീദ്ദീൻ ശൈഖ് കൽപ്പറിയുമെന്ന്, മുഹീദ്ദീൻ ശൈഖ് മനസ്സറിയുമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. കാരണം കൽപ്പറിയുന്നവൻ അല്ലാഹ് മാത്രം. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. തബാറക സൂറയിൽ പറഞ്ഞു, വഅസിറു ഖൗലകും അവിജ്ഹറു ബി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. വഅസിറു ഖൗലകും, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സ്വകാര്യമാക്കുക. അവിജ്ഹറു ബിഹി, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമാക്കുക. രണ്ടായാലും ശരി. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, മനസ്സുകളിൽ ഉള്ളത് പോലും അറിയുന്നവനാണ് അല്ലാഹ്. കാരണം അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനായ റബ്ബ് അറിയുകയില്ലേ? വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായത് പോലും അറിയുന്നവനാണ് അല്ലാഹ്. എല്ലാം അറിയുന്നവൻ അല്ലാഹ്. കൽബറിയുന്നവൻ, നോട്ടമറിയുന്നവൻ, നമ്മുടെ എല്ലാം അറിയുന്നവൻ നമ്മെ സൃഷ്ടിച്ച റബ്ബ് മാത്രം. അതുകൊണ്ട് നമ്മുടെ തേട്ടം കേൾക്കാനും സാധിക്കുന്നവൻ അല്ലാഹ് മാത്രം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, റബ്ബിന് പുറമെ ആരോട് തേടിയാലും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല, നിങ്ങൾ ദുആ കേൾക്കില്ല. മമ്പളം ജാളത്തിൽ പോയി തേടി വരുന്ന മനുഷ്യൻ പറയുന്നു, അവിടെ പോയി പറഞ്ഞിട്ട് എന്റെ പ്രശ്നം പരിഹരിച്ചു, എനിക്ക് രോഗം മാറി, സന്താനമുണ്ടായി എന്നവൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ തേട്ടം മമ്പളം തങ്ങൾ കേട്ടിട്ടില്ല, തങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങൾ ഇടപെട്ടിട്ടില്ല, തങ്ങൾ പരിഹരിച്ചിട്ടില്ല, തങ്ങൾ സന്താനം നൽകിയിട്ടില്ല. അവനെ കുട്ടിയെ നൽകിയവൻ അല്ലാഹ്. പക്ഷെ ഇവൻ വിചാരിക്കുന്നു മമ്പളം തങ്ങൾ കേട്ടു, മമ്പളം തങ്ങൾ സ്വീകരിച്ചു, മമ്പളം തങ്ങൾ എന്നെ സഹായിച്ചു, എന്റെ പ്രശ്നം തീർന്നു എന്ന് അവൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ മമ്പളം തങ്ങള് ഇവന്റെ വിളി കേട്ടിട്ടേ ഇല്ല. ഓൻ വന്നത് പറഞ്ഞിട്ടില്ല, ഓൻ തേടിയത് പറഞ്ഞിട്ടില്ല, ഓനെ പ്രശ്നം പറഞ്ഞിട്ടില്ല, അത് ഇടപെട്ടിട്ടില്ല, അവന് പ്രശ്നം പരിഹരിച്ചിട്ടില്ല. തങ്ങൾ മരിച്ച അന്ന് മുതൽ ഖബറിൽ കിടപ്പ. ഗുരുവായൂരിൽ പോയി തുലാഭാരം നടത്തുന്ന മുസ്ലിം അവൻ വിശ്വസിക്കുന്നു, അവിടെ പോയി തുലാഭാരം നടത്തിയിട്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട്, അവിടെ പോയി ആരാധനകൾ സമർപ്പിച്ചിട്ട് ഗുരുവായൂരപ്പൻ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുണ്ടോ? ഇല്ല. ഗുരുവായൂരപ്പൻ കേട്ടോ ഇവന്റെ വിളി? ഇല്ല. ഗുരുവായൂരപ്പൻ അറിഞ്ഞോ ഇവൻ വന്നത്? ഇല്ല. ഇവനെ പ്രശ്നം അറിഞ്ഞോ? ഇല്ല. ഇടപെട്ടോ? ഇല്ല. പക്ഷെ അവന്റെ പ്രശ്നം തീർന്നല്ലോ, റഹ്മാനായ റബ്ബ് തീർത്തു. ഒരു പക്ഷേ ഓൻ ചെന്നതും അല്ല വിധിച്ചതും ഒരു സമയത്തായിപ്പോയി എന്നുണ്ടാവുള്ളൂ. നമ്മൾ ചക്കട്ടപ്പം മൊയിലിട്ടി എന്ന് പറഞ്ഞ പോലെ ഓൻ ജാർത്ത് പോയതാ നേരത്തായി പോയി. ആ നേരത്തെ റഹ്മാനായ റബ്ബ് ഓൻ ഈ പ്രശ്നം തീരാൻ കണക്കാക്കിയതുമായിരുന്നു. രണ്ടും ഏറും മൂറും ഒത്തു വന്നു എന്നല്ലാതെ അവിടെ ചെന്നതുകൊണ്ടല്ല ഇത് കിട്ടിയത്. അല്ലെങ്കിൽ റഹ്മാനായ റബ്ബ് പരീക്ഷണാർത്ഥം കൊടുക്കും. ഒരു പരീക്ഷണം ഇത് കൊടുത്തിട്ട് ഓനെ എന്താ ചെയ്യണു നോക്കുക. ഒരാർക്കാ നന്ദി കാണിക്കണത്? അവിടെ ചെന്ന് പറഞ്ഞു പ്രശ്നം തീർന്നു, അവന്റെ നന്ദി ആർക്കാ? സുലൈമാൻ നബി പറഞ്ഞല്ലോ, ബൽഖീസിന്റെ സിംഹാസനം മുന്നിൽ കണ്ടപ്പോ സുലൈമാൻ നബി പറഞ്ഞു,
ഹദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താ പരീക്ഷണം? അഅശ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് നോക്കാനായി റബ്ബ് തന്ന ഔദാര്യമാണ്. ജാറങ്ങളിലൂടെ കടന്നു ചെന്ന് അവിടെയെല്ലാം തേടി തിരിച്ചു പോരുമ്പോൾ അല്ലാഹു തആല പരീക്ഷണമായി അവന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്നു. അതിന് നന്ദി ഇവൻ ജാറങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ പോയിട്ടാ ശരിയായത്, നമ്പർത്ത തങ്ങളാണ് എന്റെ പ്രശ്നം തീർത്തത് എന്ന് പറഞ്ഞ് ഈ നന്ദി അവൻ അവിടെ സമർപ്പിക്കുന്നു. ശുദ്ധമായ ശിർക്കിൽ അവൻ അകപ്പെടുന്നു. ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി അവൻ എല്ലാ ദിവസവും മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ എടുത്താൽ നമുക്കതിൽ കാണാം ഉപകാരസ്മരണ എന്നൊരു ഭാഗം. എന്താ ഉപകാരസ്മരണ? ഇന്ന ആളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. ഒരാളെ മധ്യസ്ഥനാക്കി യേശുവിനോട് പറഞ്ഞു, യേശുവിന്റെ പ്രശ്നം പരിഹരിച്ചു. അത് അവന്റെ മൗഢ്യമായ ധാരണ മാത്രം. ഈസാ നബി അറിഞ്ഞിട്ടേയില്ല. കോടാനുകോടി ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കാക്കണേ എന്ന് വിളിച്ചു തേടിയെങ്കിലും ഈസാ നബി അങ്ങനെ സംഭവമേ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നാളെ പരലോകത്ത് ഈസാ നബിയെ വിചാരണ ചെയ്യുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, യാ ഈസാ അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈന മിൻ ദൂനില്ലാ. അല്ലയോ ഈസാ, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ ഇലാഹായി സ്വീകരിക്കണമെന്ന് നീയാണോ പറഞ്ഞത്? എന്താ മറുപടി? അബ്ബേ, ഞാൻ എങ്ങനെ പറയും? എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ പറയുകയോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്റെയും നിങ്ങളെയും റബ്ബായ അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അവർക്കിടയിൽ ജീവിച്ച കാലത്തോളം ഞാനതിന് സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ കുന്ത അൻത റഖീബ്, നീയാണ് നാഥ എല്ലാം നിരീക്ഷിക്കുന്നവൻ. ഈസാ നബി വഫാത്തായിട്ടില്ല. ആകാശ ലോകത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരു സംവിധാനത്തിൽ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഈസാ നബി വഫാത്തായിട്ടില്ലാത്ത ഈ പ്രപഞ്ച സംവിധാനത്തിന് അപ്പുറമുള്ള ഒരു ലോകത്ത് അല്ലാഹു തആല പ്രത്യേകമായ രൂപത്തിൽ ജീവിതം നൽകിയ ഈസാ നബി പോലും ഈ ലോകത്ത് നിന്ന് കോടാനുകോടി ക്രിസ്ത്യാനികൾ യേശുവെ കാക്കണേ എന്ന് വിളിക്കുന്ന വിളി ആ ഈസാ നബി അറിയുന്നില്ല. ആ ഈസാ നബി കേൾക്കുന്നില്ല. ആ ഈസാ നബി അങ്ങനെ വിഷയമേ അറിയുന്നില്ല. അദ്ദേഹം കൈമലർത്തുന്നു, നാഥ ഞാൻ അറിയില്ല. നീ എന്നെ ഏറ്റെടുത്തതിന് ശേഷം കുന്ത അൻത റഖീബ്, നീയാണ് നാഥ എല്ലാം നിരീക്ഷിക്കുന്നവൻ. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. അപ്പോൾ റബ്ബിന് പുറമെ ആർക്ക് നേർച്ച നേർന്നാലും, റബ്ബിന് പുറമെ ആരോട് തേടിയാലും, റബ്ബിന് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും, റബ്ബിന് പുറമെ ആരെപ്പേ സത്യം ചെയ്താലും, റബ്ബിന് പുറമെ ആർക്ക് വേണ്ടി ബലികർമ്മങ്ങൾ സമർപ്പിച്ചാലും, റബ്ബിന് പുറമെ ആരുടെ പേരിൽ ഏതു ഇബാദത്ത് സമർപ്പിച്ചാലും അവനത് അറിയുന്നില്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്താ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം അല്ലാഹുവിന് മാത്രം, എന്റെ ബലികർമ്മങ്ങൾ അല്ലാഹുവിന് മാത്രം, എന്റെ മറ്റു ആരാധനകൾ അല്ലാഹുവിന് മാത്രം അല്ല. വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ മറ്റു ആരാധനകൾ എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രം. അതിനാൽ നമ്മുടെ നേർച്ച റബ്ബല്ലാത്തവരിലേക്കില്ല. എന്തു വന്നാലും ശരി പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനുമായി പല തന്ത്രങ്ങളുമായി പിശാച് വരും. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടിലകപ്പെടുമ്പോൾ അയൽവാസി പറയും അവിടെ പോയാൽ മതി, കുടുംബക്കാരൻ പറയും ഇവിടെ പോയാൽ മതി, ഇവിടെ തങ്ങളുണ്ട്, അവിടെ ഒരു ബീവിയുണ്ട്, അപ്പുറത്ത് ഒരു മുസ്ലിയാരുണ്ട്, അവിടെ ചെന്നാൽ മതി, അയാളെ കണ്ടാൽ മതി. അയാൾ വേറൊന്നും പറയുന്നില്ല, അയാൾ ശിർക്കൊന്നും ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റാത്ത ഒന്നും പറയുന്നില്ല, അയാൾ നല്ല കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒന്ന് പോയി നോക്കൂ. പ്രഖ്യാപിക്കാനാവണം ഇല്ല, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി.
ഒരു സിദ്ധനും വേണ്ട, ഒരു തങ്ങളും വേണ്ട, ഒരു ബീവിയും വേണ്ട, ഒരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഒരു നബിയും വേണ്ട, ഒരു വലിയും വേണ്ട പ്രാർത്ഥിക്കപ്പെടാൻ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്കാവണം. എനിക്കല്ല മതി, ഹസ്ബി അല്ലാ, എനിക്കല്ല മതി. അല്ല തന്നത് അല്ല മാറ്റുന്നുവോ ഞാനത് സ്വീകരിക്കുന്നു. ഇല്ലേ, അല്ലാഹനെ ധിക്കരിച്ചിട്ട് ശിർക്ക് ചെയ്തിട്ട് എനിക്കത് മാറേണ്ടതില്ല. റഹ്മാനായ റബ്ബിന് ധിക്കാരം കാണിച്ചിട്ട് എനിക്ക് അസുഖം മാറേണ്ടതില്ല. പലപ്പോഴും പരീക്ഷണം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴാണ് റബ്ബല്ലാത്തവരിലേക്ക് മനുഷ്യൻ പോവുക. ഒരു ബുദ്ധിമുട്ടില്ല, സുഖമായി ജീവിക്കുമ്പോൾ അല്ലാഹ്ക്ക് ഇബാദത്ത് കൂടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നിനു മീതെ ഒന്നായി പരീക്ഷണങ്ങൾ വന്ന് വീണ് അവസാനം സഹിക്കാനാവാതെ, പിടിച്ചു നിൽക്കാനാവാതെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒന്നിനു മീതെ ഒന്നായി വരുമ്പോൾ മനസ്സു തെറ്റാം, അവിടെ തെറ്റിക്കാൻ ശ്രമിക്കാൻ ആളുണ്ടാകും. ആ സമയത്ത് മനസ്സ് തെറ്റിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകും. അവിടെ പിശാച് ഉപയോഗപ്പെടുത്തും. ഒരു അസുഖം വന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അത് കഴിഞ്ഞ മറ്റൊന്ന്, അത് കഴിഞ്ഞ വേറൊന്ന്. വീട്ടിൽ എന്നും അസുഖങ്ങൾ. നമുക്കൊരു അസുഖം, അത് കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക്, അത് കഴിഞ്ഞ് ഉമ്മാക്ക്, വാപ്പാക്ക്, മക്കൾക്ക്, ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വരിക. അപ്പൊ ചിലരൊന്ന് പറയും, ഇത് നിങ്ങൾ നിസ്സാരാക്കാട്ടോ, ഇത് വേറെന്തോ ആണ്, ഇത് വേറെന്തോ ആണ്. ഇന്ന വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, മറ്റേ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അതുണ്ടായിട്ട് ഇന്ന അടുത്താ പോയത്, അയാൾ എന്തൊക്കെ ചെയ്തോർത്തു, പിന്നെ ഉണ്ടായിട്ടില്ല, ഒന്ന് പോയോക്ക്. ആദ്യമൊക്കെ പറയായി, ഞാൻ മുജാഹിദ, ഞാൻ ആ വഴിക്ക് പോവില്ല, ഞാൻ മുജാഹിദ, തൗഹീദുള്ളവനാ, എനിക്ക് ആ വഴി വേണ്ട, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ പരീക്ഷകൾ മേൽക്കുമേലെ വരുമ്പോൾ പിന്നെയും നാലു ഭാഗത്ത് സമ്മർദ്ദം വരുന്നു. അപ്പൊ സ്വാഭാവികമായും ഓന്റെ ഉള്ളിൽ തോന്നൽ, അങ്ങനെ വല്ലതും ഉണ്ടാവോ, അങ്ങനെ വല്ലതും ആയിരിക്കോ, ഒന്ന് പോയി നോക്കണോ. എന്നാ പിന്നെ ഞാൻ പോണില്ല, തൽക്കാലം മക്കളെ പറഞ്ഞയക്കുക, ഞാൻ പോണില്ല, ഭാര്യയെ പറഞ്ഞയക്കുക എന്ന് വിചാരിച്ച് പറഞ്ഞു വിടുമ്പോൾ ശിർക്കിലേക്കാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ പോക്ക്, ഈ യാത്ര, ഈ തുടക്കം ഭയാനകമായ നരകാഗ്നിയിൽ പോയി ചാടാനുള്ള തുടക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊരു പക്ഷെ ചെല്ലുമ്പോ അയാൾ അനിഷ്ടമാണ് തരിക. ചിലപ്പോൾ അയാൾ ഫാത്തിഹ ഓതാനാ പറയാം, വേറൊന്നും പറയില്ല. നമ്മളിങ്ങനെ പേടിച്ച് വെച്ച് സംഗതി റബ്ബേ ശിർക്കിനെ ചെയ്യാൻ പറയോ, ഈ കാലം വരെ ശിർക്കും ചെയ്യാത്തോ, ഞാൻ തങ്ങളെത്തിക്കാലം വരെ പോയിട്ടില്ല, വല്ല ശിർക്കും ചെയ്യാൻ പറയോ. ചെന്നോക്കുമ്പോൾ അയാളൊന്നും പറഞ്ഞില്ല, നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഫാത്തിഹയില്ലേ, അത് നിങ്ങളുടെ ഓതിക്കൂടി ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് ആവും, ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇയാൾ കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഫാത്തിഹ ഓതാനല്ലേ പറഞ്ഞ് ഖുർആൻ ഓതി കൂലിട്ടുന്ന കാര്യമല്ലേ. അത് തുടക്കമാണ്. കാരണം ശൈത്താൻ അറിയാം ഇവനോട് നയിക്കുന്ന ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഓനെ കിട്ടൂലാന്ന്. ഓരോട് മുഹീദ്ദീൻ ശൈഖിനെ കോഴി നേർച്ചയാക്കാൻ പറഞ്ഞാല്, ഏയ് ഞാനാ ഏർപ്പാടില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോകൂലാന്ന്. അപ്പൊ ആദ്യം പറയും ഒരു 10 ഫാത്തിഹ ഓതിക്കോ, ഈ 100 ഫാത്തിഹ ഓതിക്കോ. അപ്പൊ അത് തരക്കിടില്ല, ഫാത്തിഹ ഓതി. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയെന്ന് തോന്നിയേക്കാം അവന്. 5-6 മാസം കഴിയുമ്പോൾ കാണാ അസുഖം മെല്ലെ മെല്ലെ പിന്നെ അങ്ങനെ തുടങ്ങും. അപ്പൊ പിന്നെ അവൻ ആലോചിക്കും, അന്ന് അവിടെ പോയി അയാൾ ഫാത്തിഹ ഓതാനേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നുകൂടെ പോയി നോക്കിയാലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് അവൻ കയറുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറുക, അവിടെ ചെല്ലുന്നു. അന്നും ഒരു പക്ഷേ അപകടമുള്ള ഒന്നും പറഞ്ഞോളണമെന്നില്ല. അപ്പൊ ഇവന് കുറേശ്ശെ വിശ്വാസമായി, അയാള് ആള് കുഴപ്പക്കാരനല്ല. മൂന്നാമത്തെ പോക്ക് പോകുമ്പോൾ ഇങ്ങനെ അസുഖം മാറി ഒക്കെ എടുത്ത് നോക്കുക, ഒരു 5-6 മാസം അതിന് മൈലേജ് ഇട്ടുള്ളൂ. അപ്പോഴേക്ക് പിന്നെയും തുടങ്ങും മെല്ലെ മെല്ലെ. അല്ലെ മറ്റോ ചെറുത് തൽക്കാലം നിർത്തി വെക്കുക. കാരണം താൻ പിടിച്ചോടത്ത് ഓനെ കിട്ടുമെന്ന് മനസ്സിലായി. എന്നാ പിന്നെ ഓ നമ്മൾ ഇടങ്ങാറാക്കണോടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി തോണ്ടിക്കൊടുക്കും. അപ്പൊ ഓൻ വരും അവിടെ. അപ്പൊ തങ്ങൾ പറയും ഒരു 100 നാരിയാസ്രാത്തല്ലണം. അപ്പൊ ഓന് സ്വീകരിക്കാൻ പ്രയാസം തോന്നൂല. കാരണം അതിന് മുമ്പ് സ്റ്റെപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അന്ന് വസീലയിൽ ഓൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ശിർക്ക് ചെയ്യുന്നു, നാരിയാസ്രാത്ത് ചൊല്ലുന്നു, ഖുതുബിയത്ത് ചൊല്ലുന്നു. പിന്നെ ഓന് മറ്റ് ശിർക്കിന് വഴിയിലേക്ക് പോകുന്നു. പിന്നീട് അവന് ജാളത്തിലേക്കും പോകുന്നു. അതോടുകൂടി ഓൻ തങ്ങളെ സ്വന്തക്കാരനായി മാറി. പിന്നെ ഓൻ പറയും, നിങ്ങൾ പറഞ്ഞ മാരുന്നല്ല, മുജാഹിദീകൾ പറഞ്ഞ മാരുന്നല്ല, അവിടെ പോയിട്ട് എത്ര ആക്കാൻ മെച്ചം കിട്ടുന്നത്, എനിക്ക് വരെ അവിടെ പോയിട്ടാ ശരിയായത് എന്ന് ഉള്ളിൽ വരികയും ഈ തങ്ങളുടെ വിശ്വസ്തനായി ഓൻ മാറുന്നു. നേരത്തെ പറഞ്ഞ പോലെ അറിയാതെ പിന്നെ ഇവൻ തങ്ങളുടെ ഏജന്റായി മാറി. പിന്നെ ഓൻ്റെ വീട്ടിലോ ചുറ്റുഭാഗത്തോ കുടുംബത്തിലോ നാട്ടിലോ ആർക്ക് വല്ല പ്രശ്നമുണ്ടായ ഓൻ പറയും, അവിടെ പോയാൽ മതിയടാ, അയാൾ വേറെ തട്ടിപ്പ് വെട്ടിപ്പൊന്നുമില്ല. ഇവൻ എന്നേക്കുമായി ശിർക്കിൽ പോയി ചാടി. പിന്നെ ഓൻ രക്ഷപ്പെടാൻ കഴിയില്ല.
പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ ഓൻ ആ ശിർക്കിൽ നിന്ന് മുക്തനാകാതെ ശിർക്കിൽ പിടിച്ചു നിർത്തുക എന്നത് ശൈത്വാന്റെ ആവശ്യമായി മാറി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടി കൊടുക്കും. അപ്പൊ അവിടെ ചെല്ലും, അവിടെ എന്തെങ്കിലും ഒന്ന് കുത്തി കുടിച്ചു കൊടുക്കും. ഓൻ അവിടെ ഉറച്ചു നിൽക്കും. മരിക്കണവരെ അവരങ്ങനെ പോയി ആ മരിക്കുമ്പോൾ നരകത്തിലേക്ക് ശാശ്വതരായി പിശാചിന്റെ കൂടെ നരകത്തിന്റെ വിറകായി അവൻ അധപതിക്കും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് മനസ്സിനുറപ്പിച്ച് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹ് മതി. എന്തു വന്നാലും ശരി, ഏത് പരീക്ഷണം വന്നാലും ശരി, എങ്ങനെ പരീക്ഷിക്കപ്പെട്ടാലും ശരി, എന്റെ ഖൽബ് റബ്ബിലേക്കല്ലാതെ തിരിയില്ല. എന്റെ ഖൽബ് അല്ലാഹുവോടല്ലാതെ ഒരൊറ്റ സൃഷ്ടിയിലേക്ക് എന്റെ ഖൽബ് പോകുന്ന പ്രശ്നമില്ല. എന്റെ തേട്ടങ്ങള് ആ റബ്ബിനോട് മാത്രം. എനിക്കല്ലാഹ് മതി. എന്ത് വന്നാലും ബാക്കിയെല്ലാം എന്നെ നശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടാകും. അതോടൊപ്പം ശിർക്കില്ലാതിരുന്നാൽ പോരാ, തൗഹീദ് ഉണ്ടായാൽ പോരാ. ആ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ആ തൗഹീദ് ജീവിതത്തിൽ ഉണ്ടാകണം. ശിർക്കൊന്നുമില്ല എന്നാ തൗഹീദും ഇല്ല, അത് പറ്റൂല. ശിർക്കില്ലാതായാൽ പോയ തൗഹീദ് ഉണ്ടാകണം. ആ തൗഹീദ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിന്റെ അനന്തര ഫലമാണ്, അതിന്റെ ഉപോൽപ്പന്നമാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള തഖ്വ. അല്ലാഹുവിനെ മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ബോധ്യമായി കഴിഞ്ഞു, അല്ലാഹുവിൽ നിന്ന് തെറ്റിക്കാൻ ഇവിടെ പൈശാചിക ശ്രമങ്ങളുണ്ടെന്ന് മനസ്സിലായി, അതിന് തനിക്കുന്നതിന് വരുന്ന ഈ വക കാര്യങ്ങളെല്ലാം ശൈത്വാനിൽ നിന്നാണ് മനസ്സിലായി, എന്റെ തൗഹീദ് നഷ്ടപ്പെടുത്താൻ ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാനാണ് എന്ന് അവന് ബോധ്യമായി കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായും ഒരു അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തെറ്റിപ്പോയ മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞെന്താ, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. തെറ്റിപ്പോയ ആളുകൾ ലോകത്ത് എന്നെല്ലാം എവിടെയെല്ലാം വിശ്വാസപാതയിൽ നിന്ന് തെറ്റിപ്പോയ മനുഷ്യന്മാരുണ്ടോ അവർക്കെല്ലാമുള്ള പൊതുവായ സ്വഭാവം വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട ക്രമത്തിൽ അവർ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കേണ്ട ക്രമത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കിയില്ല. അതാണ് അവർക്ക് സംഭവിച്ചത്. തൗഹീദ് ഉൾക്കൊള്ളുന്നതോടുകൂടി അവന് റബ്ബിനെ മനസ്സിലാകുന്നു, അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നു, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ബോധം ജീവിതത്തിലുടനീളം അവന് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. റഹ്മാനായ റബ്ബ് കാണുന്നുവെന്ന്. മുഹീദ്ദീൻ ശൈഖിനെ കാണുക എന്ന് ചോദിച്ചാൽ പോരാ, അല്ലാഹ് എന്നെ കാണുന്നു, ആ ബോധ്യം വേണം. മരിച്ചുപോയ മഹാന്മാരോ ആൾദൈവങ്ങളോ സിദ്ധന്മാരോ ബീവിമാരോ ബാവമാരോ ഒരാളും എന്നെ സഹായിക്കില്ല, എന്നെ കാണില്ല, എന്നെ കേൾക്കില്ല, എന്റെ പ്രശ്നം അറിയില്ല എന്ന ഉറപ്പുണ്ടായാൽ മാത്രം പോരാ. റഹ്മാനായ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്, റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്, റഹ്മാനായ റബ്ബ് കേൾക്കുന്നുണ്ട്, റഹ്മാനായ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്. ആ ബോധമാണ് അനിവാര്യം. അപ്പൊ സ്വാഭാവികമായും ഇബാദത്തിൽ ആ ഒരു തരം കടന്നു വരും. ജീവിതം നന്നാകും, നന്മയിലേക്ക് മുന്നേറാൻ കഴിയും, ക്ഷമ വർദ്ധിക്കും, അതുപോലെ തിന്മയോട് ഒരു വെറുപ്പുണ്ടാകും. നാലാൾ കാണുമ്പോ എങ്ങനെ ഇപ്പൊ ചെയ്യാ എന്ന് കരുതിയിട്ടല്ല അപ്പൊ തിന്മ ചെയ്യാതിരിക്കുക. എല്ലാരും ഒരു നന്മയിലേക്ക് മുന്നേറുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ കൊടുക്കാതിരിക്കുക എന്ന് വിചാരിച്ചിട്ടല്ല നന്മയിലേക്ക് വരുന്നത്. മറ്റങ്ങനെയായിരിക്കും. മറ്റങ്ങനെ ഒരു പിരിവരുമ്പോ എല്ലാരും കൊടുക്കുക, ഞാൻ മാത്രം കൊടുക്കുക, ഞാൻ മോശമല്ലേ, പോരാ, അതല്ല വേണ്ടത്. എല്ലാവരും നന്മ ചെയ്യുന്നു, ഞാൻ മാത്രം ചെയ്യാതിരുന്ന മോശമല്ലേ, അതല്ല വേണ്ടത്. മറിച്ച് എന്റെ റബ്ബ് കാണുന്നു, എന്റെ റബ്ബ് നോക്കുന്നു, എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നു, എന്റെ റബ്ബ് രേഖപ്പെടുത്തുന്നു. ആ ബോധം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അവിടെ ഇഹ്സാൻ ഉണ്ടാകുന്നു, ജീവിതം മൊത്തം നന്നാകുന്നു. നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ, നന്മ എന്താണ്? നന്മ എന്താ വെച്ചാല് ജീവിതം മൊത്തം നന്മയായി മാറാൻ, മൊത്തം നന്നാകാൻ എന്തുണ്ട് മാർഗം? കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ, കാതിനെ കൺട്രോൾ ചെയ്യാൻ, കയ്യിനെ കൺട്രോൾ ചെയ്യാൻ, കൽബിനെ പിടിച്ചു നിർത്താൻ എന്തുണ്ട് വഴി? ഇപ്പോൾ വിചാരിച്ചെടുത്ത് കണ്ണു നിൽക്കുന്നില്ല. കേൾക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാലും പലതും കേട്ടുപോകുന്നു. അറിയേണ്ടതില്ലെന്ന് വിചാരിച്ചാലും ചിലതൊക്കെ അറിയാൻ താല്പര്യപ്പെട്ടു പോകുന്നു. ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നു. തിന്മയുടെ പിന്നാലെ പോകുന്നു. ആരുമില്ലാത്ത ഘട്ടങ്ങളിൽ, ആരും അറിയാത്ത ഘട്ടങ്ങളിൽ പലപ്പോഴും തിന്മയുടെ വഴിയിലേക്ക് നീങ്ങിപ്പോകുന്നു. എന്തേ കാരണം? അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ആ തൗഹീദ് ശരിയാവിധം ഉൾക്കൊണ്ട് റബ്ബിനെ ശരിയാവിധം മനസ്സിലാക്കി കഴിഞ്ഞാൽ
സ്വാഭാവികമായും അവിടെ ജീവിതം ഒന്നാകാൻ മാറും. അതാണ് നബി തങ്ങൾ നൽകിയ മറുപടി, അൽ ഇഹ്സാനു അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹ്. എന്താ റസൂലേ ഇഹ്സാൻ, എന്താ റസൂലേ നന്മ എന്ന് ചോദിച്ചപ്പോൾ അൻ തഅ്ബുദ റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്. എങ്ങനെ ആരാധിക്കണം? കഅന്നക തറാഹു, നീ ആ റബ്ബിനെ കാണുന്നത് പോലെ, അല്ലാഹനെ കാണും പോലെ അല്ലാഹനെ ആരാധിക്കാനാ. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. കാരണം നീ അല്ലാഹനെ കാണുന്നില്ല, ശരി, പക്ഷെ അല്ലാഹ് നിന്നെ കാണുന്നു. നീ അല്ലാഹുവിനെ കാണുന്നില്ല, പക്ഷേ അല്ലാഹു നിന്നെ കാണുന്നു. അതുകൊണ്ട് അല്ലാഹനെ കാണുന്നത് പോലെ നീ അല്ലാഹുവിനെ ആരാധിക്കുക, എങ്കിൽ ജീവിതം നന്മയാകും. ആ നിനക്ക് റബ്ബിനെ മനസ്സിലാക്കണം. ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങൾ, ഇപ്പോഴുണ്ടായ ഈ പരീക്ഷണങ്ങളും ആ നിലക്കുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയക്കുള്ള ഒരു സമയമായി, സാഹചര്യമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒച്ചപ്പാടും പാടും വന്നിട്ടില്ലെങ്കിൽ പക്ഷേ ഈ ക്യാമ്പ് ഉണ്ടാകണമെന്നില്ല. ഈ ഒച്ചപ്പാടും പാടൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ കണ്ട എന്നും പരിപാടി, എപ്പോഴും പരിപാടി, എല്ലായിടത്തും പരിപാടി. വൈകുന്നേരം എവിടേക്കാ പോകേണ്ടത് വൃത്തിയില്ല. ഇന്നിപ്പോ 3 സ്ഥലത്താ ക്യാമ്പ്. ആൾക്കാർ നട്ടന്നില്ല, ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ. എന്നാൽ എവിടെ ചെന്നാലും ഇരിക്കാൻ സീറ്റില്ലേനും. 3 സ്ഥലത്തായതുകൊണ്ട് സുഖമായിട്ട് ആശ്വാസത്തിന് കാട് നീട്ടിരിക്കാന്നൊക്കെ വിചാരിച്ചു വന്ന മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ മര്യാദക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് ഒന്ന് ശുദ്ധീകരിക്കുകയാണ്. ഒരു ശുദ്ധീകരണം എപ്പോഴും ഉണ്ടാവും. ആ ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ് ഇപ്പോഴുള്ള വിവാദങ്ങളും. നാം അതിന് നിൽക്കണ്ടാവും. എന്താ എന്നും ഇങ്ങനെ 10 കൊല്ലം ഇതിങ്ങനെ ഉണ്ടാകാനാൽ അതൊരു ഇടങ്ങാറാണല്ലോ. മനുഷ്യന്മാരേക്ക് ഇറങ്ങാൻ വയ്യ, നാട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ, ആളുടേക്ക് തിരിയാൻ വയ്യ എന്നൊക്കെ ഉണ്ടാവാം ഒരു വശത്ത്. ഇപ്പൊ സൂചിപ്പിച്ചത് ഈ വക വിവാദങ്ങളൊക്കെ ഒരു നന്മയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക, ദഅവത്ത് അതിശക്തമായി നിർവഹിക്കുക. നമ്മുടെ നാട്ടിൽ ശിർക്കും ഖുറാഫാത്തും അതിശക്തമായ ശൈലിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദഅവത്ത് നടത്താൻ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരും ഏതായാലും ദഅവത്ത് ഉണ്ടാവില്ല. അല്ലാത്തവർ എവിടെയെങ്കിലും വല്ല വഴുതു വെക്കുന്നുണ്ടെങ്കിൽ ഉള്ളത് മുടക്കാനോ അതല്ലെങ്കിൽ കുപ്രചാരണം അഴിച്ചുവിടാനോ മാത്രമായിട്ടാണ് അല്ലാത്തവർ ഇനി പരിപാടിയുമായി പോകുന്നത്. നാം റഹ്മാനായ റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് മതപരമായ ബാധ്യത അത് ഏറ്റെടുത്തുകൊണ്ട് ആ രംഗത്ത് നമ്മൾ ഇറങ്ങുക. വേറെ ഒന്നും നോക്കേണ്ടതില്ല, മറ്റൊന്നും നോക്കണ്ട. സ്ഥാപനങ്ങളോ പള്ളികളോ ശാഖകളോ നേതാക്കന്മാരോ എത്രപ്പെടോ സീനോ ആരോ കൊണ്ടുപോയാലും ആദർശം കൈവശമുണ്ടോ റഹ്മാനായ റബ്ബ് എല്ലാം നമുക്ക് തരും. ഇതില്ലേ വേറൊന്നും ഉണ്ടാവില്ല. ആദർശമില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നാം ഹക്കിലാണ് എന്ന് ഉറപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച ആശയമെന്തോ അവിടെയാണ് നാം ഉള്ളത് എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. നാം വിഷയങ്ങൾ പഠിക്കണം, കാര്യങ്ങൾ പഠിക്കണം. അല്ലാതെ എല്ലാവരും അവിടെയാണ് ഞാനോടക്കുക എന്ന് പറഞ്ഞ് നമ്മളാരും എവിടെ നിൽക്കേണ്ടതില്ല. വിഷയങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു അതിലൊക്കെ ന്യായങ്ങൾ ചൊപ്പിക്കേണ്ട കാര്യമില്ല. ന്യായമാണെന്ന് ബോധ്യമായി ആ ന്യായത്തിന് കൂടെ നിൽക്കണം. ഒരു ആയത്ത് ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു, അതിനിപ്പോ എന്തായാലും മൂപ്പരോധിയല്ലേ, അത് ശരിയാകാതെ നടക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ ന്യായീകരിക്കാൻ പോണ്ട. നമ്മൾ ആ വിഷയം പഠിക്കുക. ആ ആയത്തിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, അമാനി മൗലി എന്ത് പറഞ്ഞു, ഉസ്മാൻ സാഹിബ് എന്ത് പറഞ്ഞു, അതേപോലെ മുൻകാല പണ്ഡിതന്മാർ എന്തൊക്കെ പറഞ്ഞു, ലോകാടിസ്ഥാനത്തിലെ പണ്ഡിതന്മാർ എന്തൊക്കെ പറഞ്ഞു, നമ്മളൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് ന്യായീകരിച്ചാൽ മതി. അല്ലാതെ ഫൈസൽ മുസ്ലിയാർ ഓതിയതല്ലേ, ഇപ്പൊ നമ്മളെങ്ങനെ ഇപ്പൊ മൂപ്പർക്ക് പഴിച്ചു എന്ന് പറയാ, അങ്ങനെ ചിന്തിക്കണ്ട. പഴിച്ചെങ്കിൽ പഴിച്ചു എന്നല്ലേ പറയണം. അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തന്നെ പറയണം. അതേസമയം ശരിയാണ് എന്ന് നമ്മൾ പഠിച്ച് ബോധ്യമായിട്ട് വേണം ശരിയുടെ കൂടെ നിൽക്കാൻ. അതിന് നാം ദീനു പഠിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തണം. ഇത്തരം ക്യാമ്പുകൾ, ക്ലാസുകൾ, വാഴുകൾ എല്ലാം നമ്മുടെ നാട്ടിൽ അതിശക്തമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ എല്ലാം ഉപയോഗപ്പെടുത്തുക. റെസ്റ്റില്ലാതെ ഓടിയാലും ഓടിയെത്താത്തത്ര ദഅ്വ സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. പണ്ഡിതന്മാർക്കൊന്നും തീരെ ഒഴിവില്ല. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. എല്ലാവരും സക്കിയാസുലായി ഇപ്പൊ 2 കഴിഞ്ഞിട്ട് 3ാമത്തെ നമുക്ക് വരുന്നത്. ഇടക്കരയിൽ പ്രസംഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പൊ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പൊന്നാനി പ്രസംഗിക്കാനുണ്ട്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. എല്ലാ ദിവസവും 2, 3, 4 പരിപാടികൾ, ഞായറാഴ്ചകൾ പ്രത്യേകിച്ചു.
ഞായറാഴ്ചകൾ പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ പ്രബോധകന്മാരും വിശ്രമമില്ലാതെ ഊണുമുറക്കുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. റഹ്മാനായ റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായമല്ലാതെ മറ്റൊന്നും ആ രംഗത്തില്ല. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ പ്രവർത്തകന്മാർ മാനസികമായി വളരെ പ്രയാസപ്പെടുന്ന ധാരാളം പ്രവർത്തകന്മാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാകുന്നത്. ഒരുമിച്ച് കൂടി എല്ലാവരും ഒപ്പം കൂടുമ്പോഴാ ഒരു സമാധാനം. നാട്ടിലേക്ക് എത്തിയാൽ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവർ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ഇപ്പൊ അവസാനം സ്വന്തം ശാഖയിൽ നിന്ന്, സ്വന്തം പള്ളിയിൽ നിന്ന് പോലും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന മാനസിക വിഷമമുള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും. നമ്മൾ ദുആ ചെയ്യുക, റഹ്മാനായ റബ്ബ് അതിലൊക്കെ ഖൈറ് ഉദ്ദേശിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖൈറിന് വേണ്ടി തേടുക, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ഖൈറിന് വേണ്ടി പ്രവർത്തിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, സർവാധിനാഥനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രമാണങ്ങൾ, വിശ്വാസിയുടെ സമീപനം എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. പ്രമാണങ്ങളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ചില സംഗതികളും, എന്നാൽ അതിൽ നമ്മുടെ ചില ആളുകൾക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന, ഇടക്കാലത്ത് ചിലർക്ക് വന്നുപോയ വ്യതിയാനങ്ങളുമാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ പ്രമാണങ്ങൾ? പ്രമാണങ്ങളല്ലാത്ത പലതും പ്രമാണമായി കരുതിയ ഒരു ഉമ്മത്തിലാണ് നമ്മുടെ മുൻഗാമികൾ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു പ്രമാണമുണ്ടോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം. നമ്മുടെ ഉപ്പാപ്പന്മാരിൽ നിന്ന് ദീന് പഠിക്കുക, അവരുടെ ഉപ്പാപ്പന്മാരിൽ നിന്ന് പഠിക്കുക, അങ്ങനെ തലമുറയായി വിശ്വസിച്ചും ആചരിച്ചും പോരുന്ന കാര്യങ്ങൾ അതാണ് ദീൻ എന്നാണ് ഖൗമ് മനസ്സിലാക്കി വെച്ചിരുന്നത്. അങ്ങനെയല്ല. പാരമ്പര്യമായി കിട്ടുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അതങ്ങനെ തന്നെ വിഴുങ്ങാൻ പാടില്ല. പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ വിശ്വസിച്ചും ആചരിച്ചും വരുന്നതൊക്കെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം, എന്നിട്ടേ സ്വീകരിക്കാവൂ എന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് നമ്മളാണ്. ഞങ്ങളുടെ വാപ്പകാരണവന്മാരെ ഏതൊരു മാർഗത്തിലായി കണ്ടിട്ടുണ്ടോ ആ മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് അത് മതി എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് തിരിഞ്ഞുകളയാൻ അള്ളാഹും റസൂലും അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മറുപടി ഇത് മാത്രമല്ല. മുൻഗാമികൾ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചല്ല അള്ളാഹ് നിങ്ങളോട് ചോദിക്കുക. അവരെന്ത് വിശ്വസിച്ചു എന്നതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടത്. മറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിച്ചു, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു, അതിനെക്കുറിച്ചാണ് റബ്ബ് നിങ്ങളോട് ചോദിക്കുക.
അതുകൊണ്ട് നിങ്ങളുടെ കാര്യമാണ് നോക്കേണ്ടത്. മുൻ തലമുറ എന്ത് വിശ്വസിച്ചു, എന്ത് പ്രവർത്തിച്ചു എന്നത് നിങ്ങളുടെ ചിന്താ വിഷയമല്ല എന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ നാട്ടുനടപ്പുകളും മാമൂലുകളും പാരമ്പര്യങ്ങളും കീഴ്വഴക്കങ്ങളും സമ്പ്രദായങ്ങളും അതൊന്നുമല്ല നമ്മൾ അവലംബിക്കേണ്ടത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നാം അവലംബിക്കേണ്ടത് എന്ന് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പൗരോഹിത്യത്തെ പ്രമാണമായി കണ്ട് പുരോഹിതൻ എന്തു പറഞ്ഞോ, മുസ്ലിയാർ എന്തു പറഞ്ഞോ അതാണ് മുസ്ലിമിൻ്റെ പ്രമാണം എന്ന് കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും ഉസ്താദ് അങ്ങനെയാ പറഞ്ഞത്, പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെയാ പറഞ്ഞത് എന്നല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് പറഞ്ഞു എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുക്കൂല, കൗമ് ചോദിക്കൂല. അന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് കേട്ടാ പോരെ എന്നായിരുന്നു പുരോഹിതന്മാരുടെ അന്നത്തെ നിലപാട്. അവിടെയാണ് പൗരോഹിത്യം ഇസ്ലാമിലില്ലെന്നും ആര് ഇസ്ലാമിൻ്റെ പേരിൽ എന്തു പറഞ്ഞാലും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നിങ്ങളാ പറഞ്ഞതിൻ്റെ തെളിവെന്താണ്, അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായ കാര്യങ്ങൾ ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും മറുപടി കൊടുക്കുന്നതും ഒക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം എന്നും നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ജനങ്ങൾക്ക് പ്രമാണമുണ്ടെന്ന് പഠിപ്പിക്കുകയും ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദീൻ ഉൾക്കൊള്ളേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് നാം. ആദ്യമൊക്കെ മുസ്ലിയാക്കന്മാർ ഇതിനെ എതിർത്തു. പക്ഷേ പിന്നീട് അവർ തന്നെ അംഗീകരിച്ചു. ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് അംഗീകരിക്കാത്ത ഒരൊറ്റ മുസ്ലിയാരും ഇന്നിവിടെ ഇല്ല. കാരണം എന്താ? ജനങ്ങൾ അംഗീകരിക്കൂല. മുസ്ലിയാർ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ആ സൂഫി പറഞ്ഞു, ഈ മഹാൻ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കൂല. ഖുർആൻ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, സ്വഹാബി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കും. ആ രീതിയിലേക്ക് സമൂഹത്തെ പ്രമാണങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന മഹത്തായ ഒരു ദൗത്യം ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് കിതാബും സുന്നത്തും പ്രമാണമാകുന്നത്? അള്ളാഹുവിൻ്റെ കിതാബ് അത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതാണ് അതിൻ്റെ പ്രാമാണികതക്കുള്ള ഒന്നാമത്തെ തെളിവ്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന് വേണ്ടതെല്ലാം ഈ ദുനിയാവിൽ ഒരുക്കി വെച്ച, മനുഷ്യന്റെ നന്മ തിന്മകളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അതാണ് തൻസീലും മിൻ അസീസിൽ ഹക്കീം, അസീസിൽ അലീം. പല രൂപത്തിലും ഖുർആനിൽ നമുക്ക് വന്നത് കാണാൻ പറ്റും. അള്ളാഹു അവതരിപ്പിച്ചതാണ്. സർവജ്ഞനായ അള്ളാഹു, യുക്തിമാനായ അള്ളാഹു അവൻ അവതരിപ്പിച്ച ഗ്രന്ഥം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഈ ഗ്രന്ഥം അജയ്യനും അതുപോലെ തന്നെ യുക്തിജ്ഞനുമായ അള്ളാഹു അവതരിപ്പിച്ചതാകുന്നു. സൂറത്ത് ഇബ്രാഹിമിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ അലിഫ് ലാം റാം കിതാബുൻ അൻസൽനാഹു ഇലൈക. ഈ ഗ്രന്ഥം ഇതിനെ നാം നിനക്കിറക്കി തന്നു. ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നീ കൊണ്ടുവരുന്നതിനു വേണ്ടി. ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും അജയ്യനുമായ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് ഖുർആൻ എന്തുകൊണ്ട് പ്രമാണമായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്, മനുഷ്യന് ഏത് കാര്യമൊക്കെ അനുവദിക്കണം, ഏതൊക്കെ അനുവദിച്ചുകൂടാ, ഏതിലാണ് മനുഷ്യന് ഖൈറുള്ളത്, ഏതിലാണ് മനുഷ്യന് ഷർറുള്ളത്, അത് ചിന്തിച്ച് കണ്ടെത്താൻ മനുഷ്യന്റെ ബുദ്ധി പര്യാപ്തമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന്റെ ബാഹ്യമായ നന്മ തിന്മകൾ, നേട്ടകോട്ടങ്ങൾ അത് മനസ്സിലാക്കാൻ മാത്രമേ മനുഷ്യന് സാധിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭാവിയിൽ വരാനിരിക്കുന്ന ദോഷവശങ്ങളെ കണ്ടെത്താൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹു മനുഷ്യ ബുദ്ധിക്ക് കൊടുത്തില്ല. ഖുർആൻ തന്നെ യുദ്ധം നിർബന്ധമാക്കപ്പെട്ട ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കതല്പം വിഷമകരമാണ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയാണ്,